പയറുണ്ടല്ലോ എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കാതെ അതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ചെറിയ ജീരകവും കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതൊന്നങ്ങ് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഇച്ചിരി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അത്യാവശ്യം ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പയർ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3/4 ഭാഗത്തോളം വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പകുതി തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വേവിച്ചെടുക്കും. ഇനി വെന്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടികളൊക്കെ പയറിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പയർ കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് കുറച്ചാന്ന് തോന്നിയ കാരണം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. എപ്പോഴും പയർ കൊണ്ട് നമ്മൾ തോരനൊക്കെ വെക്കില്ലേ, ഇതൊന്ന് മാറ്റി ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.